വീണ്ടും ആ ചമക്കാരി വന്നിരിക്കുകയാണ്. പക്ഷേ ഈ പ്രാവശ്യം ചുമ കുറഞ്ഞിട്ടുണ്ട്. എത്ര ആഴ്ചയായി? 2 ആഴ്ചയെന്ന് എനിക്ക് തോന്നണേ. 2 ആഴ്ച ഒരു ചുമ കുഴപ്പമില്ല അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിസർവ് ചെയ്യണ്ടായിരുന്നല്ലോ. അതിൻ്റെ ബാക്കി പത്രങ്ങളാണ് ഇരിക്കുന്നത്. സോ അന്ന് ഞാൻ പറഞ്ഞു പെറ്റൽസ് എവിടെ ഇടുന്നു പറഞ്ഞു, കവറിൽ തന്നെ ഇടുന്നു പറഞ്ഞു അല്ലേ. പക്ഷെ ഞാൻ കവറിലല്ല ഇട്ടത്. ഞാൻ വേറെ ബോക്സ്, ഞങ്ങൾ ലഡ് വാങ്ങിയതിൻ്റെ ബോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിട്ട് വെച്ച് പെറ്റൽസ്, ഫ്ലവേഴ്സ് ഇതിലിട്ട് വെച്ച്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നോക്കാം. ഞാൻ നോക്കിയപ്പോൾ 2 ആഴ്ചയ്ക്ക് ഇനഫാണ്. ഞാനിപ്പോൾ ചെറിയൊരു ബോക്സിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ, നോക്കിയപ്പോൾ അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. ഇത് കൂടാതെ ഞാനിവിടെ കുറച്ച് പൂക്കൾ പുറത്ത് വെറുതെ വെച്ചിട്ടുണ്ടായിരുന്നു. അതാദ്യം ഞാൻ കാണിച്ചത് കേട്ടോ. എങ്ങനെ ഇരിക്കുന്നുണ്ട് പുറത്ത്, അതായത് പുറത്ത് വെച്ച് ഡ്രൈ ചെയ്ത ഫ്ലവേഴ്സാണ് ഇത്. കണ്ടോ? സോ ഇതാണില്ലേ, കണ്ടോ? അത്യാവശ്യം കളറൊക്കെ ഉണ്ട്. ഞാൻ കളറൊക്കെ പോകുമെന്ന് വിചാരിച്ചു, പക്ഷേ അത്യാവശ്യം കളറൊക്കെ ഉണ്ട് കേട്ടോ പെറ്റൽസിന്. പക്ഷേ പറയണം ഷേപ്പിൽ അങ്ങോട്ട് വന്നിട്ടില്ല. അങ്ങനെ ചുമ്മാ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ആ കുപ്പിയിൽ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താ പറയുക, കൊഴിഞ്ഞ് അങ്ങനെ നിലത്ത് കിടന്ന് ഡ്രൈ ചെയ്ത്, ഞാൻ ഒട്ടും സംരക്ഷിക്കാതെ ഡ്രൈ ചെയ്ത പെറ്റൽസാണിത്. നമ്മൾ സംരക്ഷിച്ച് 2 ബോക്സിലേക്ക് വെച്ചില്ലേ, അത് ഞാൻ കാണിക്കാവേ. ഞാനും കമ്പയർ ഇപ്പോഴാണ് ചെയ്യാൻ പോകുന്നത്. കിട്ടുന്നില്ലല്ലോ കോപ്പ്. ഈശ്വര, ഞാൻ നേരത്തെ പറഞ്ഞതാ. ഈ പാത്രത്തിൽ നോക്കാം അങ്ങനെ ഓരോന്നായിട്ട് എടുക്കാവേ. ഇതാ ഞാൻ എടുത്ത് നോക്കിയത്, കണ്ടോ? ഇത് വേറെ പൂവിൻ്റെ മഞ്ഞ കേട്ടോ, അത് അത്ര ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത്. നമുക്ക് ആ മഞ്ഞ വേറെ വരുന്നുണ്ട്. നമുക്ക് ഈ സൈഡിലേക്ക് പെറ്റൽസ് എടുത്തിടാം. ഞാനിത് കീറും കോപ്പ്. ഓ ഡ്രൈ ആയി. പക്ഷേ മിസ്റ്റേക്ക് പറ്റിയത് എന്താണെന്നറിയോ? ഷേപ്പ് മര്യാദയ്ക്ക് നിവർത്തിയൊക്കെ സ്റ്റഡി വടിയായിട്ട് വെക്കണമായിരുന്നു. മോശമായി പോയി, നീ മോശമായി. വേണ്ട, വലിയ രസമൊന്നും ആയിട്ടില്ല കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചതൊന്നുമില്ല. നമ്മൾ ലീഫായിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ വലിയ കാര്യമില്ല. മൂഞ്ചി, എൻ്റെ $1 പോയി. എൻ്റെ കാശ് ഇത് നന്നായിരുന്നു കേട്ടോ. ഓക്കെ മിനി കോൾ. സോ ഇതൊരു മൂഞ്ചലേഷ് പരിപാടിയാണ്. എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ, ബട്ട് നോട്ട് ബാഡ്. പുസ്തകത്തിൻ്റെ ഇടയിൽ വെച്ചാൽ ഇത്ര മഞ്ഞ കളർ കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നോട്ട് ബാഡ്. നോക്കൂ, കുഴപ്പമില്ല. എന്നാൽ ഞാൻ വിചാരിച്ചത്ര ഭംഗിയൊന്നും വന്നിട്ടില്ല. എനിക്കത്ര വിഷമാവണു. അയ്യോ എന്നുള്ളൊരു മൂട് പോയി. അതാണ് പറയാൻ വന്നത്. അയ്യോ ഇതിൻ്റെ ബാക്കിയെന്തേ ഇങ്ങനെ? ഞങ്ങളൊരു പൂ പൊടിച്ചപ്പോഴേ എൻ്റെ കിട്ടാൻ ചെക്കുക ഇതിൻ്റെ മോൾ വശമൊക്കെ അടിച്ച് തന്നെയും ആ പൂവിൻ്റെ പെറ്റൽസ് ആണെന്ന് തോന്നുന്നു നേരത്തെ കണ്ടത്. ഇത് ഫുൾ ഡിസപ്പോയിൻമെൻ്റ്. എനിക്കിത് വേണ്ട. ഇതിങ്ങനെ ആയിട്ട് കാണുന്ന ആരോണ്ടായിരിക്കണം. അതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഇത് വെറുതെ വാടി കളർന്ന് പോയി പൂക്കൾ കാണാൻ. ഓക്കെ, എനിക്ക് വീഡിയോയിൽ എന്തോ പറ്റിയെന്ന് തോന്നുന്നു. കാരണം ഇത്ര ക്ലാരിറ്റി ഇല്ലാത്ത പോലെ. ഞാനൊന്ന് തുടയ്ക്കുന്നുണ്ടേ. ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ്. ക്ലാരിറ്റി വന്നോ? അടുത്ത പൂക്കൾ ഇതാണ്. നമ്മൾ പൂവായിട്ട് തന്നെ പ്രിസർവ് ചെയ്തേക്കുന്നത്. അത് നോക്കാം, അതെന്നെ ചെറുപ്പില്ല. മറ്റേ പെട്ട മൂഞ്ചി അത് സ്ലോ മോല് കാണിക്കണമായിരുന്നു. ഇത്തിരി ഭംഗിയിലായിരുന്നു. ബട്ട് ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഓ മൈ ഗാഡ്. പൊളിങ്ങനെ പെറ്റൽസ് ആയിട്ട് വയ്ക്കുന്നത് നഷ്ടമാണ് കേട്ടോ. ബട്ട് ഫ്ലവർ ആയിട്ട് വയ്ക്കുന്നത് സൂപ്പർ. പക്ഷേ 3 പൂവായിട്ട് ഞാൻ വെച്ചുള്ളൂ. ദുഷ്ട. നമ്മുടെ എനിക്ക് കരച്ചിലായിരുന്നു. സംഭവം വെച്ചിട്ടാണ്. ഞാൻ ഭംഗിയിൽ വെച്ചിരുന്നെങ്കിൽ ഇതും അടിപൊളിയായിട്ട് വന്നേനെ കേട്ടോ. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഇതങ്ങനെ പുറത്തേക്ക് കീറി കൊണ്ടുവരും. സോറി. നെക്സ്റ്റ് ലീഫ് വേണ്ട. ഞാനങ്ങനെ ഇരുന്നോട്ട് എനിക്ക് പേടിയാവും. ഈ 2 ഫ്ലവർ ഓക്കെ. 3rd ഫ്ലവർ എന്തായാലും ഓക്കെ ആയിരിക്കും. ഐ നോ ഇറ്റ്. എവിടെയോ. ഇതൊക്കെ നല്ലതാട്ടോ. കണ്ടോ? നല്ല ഭംഗിയുള്ള കളേഴ്സൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് വരും. വാ പൊളി സൂപ്പർ. നല്ല ഫ്ലവറിൻ്റെ ലീവ്സ് ആണെങ്കിൽ നല്ല ഭംഗിയിലാണ് വരും. ഞാൻ അയ്യോ ഇത്ര കട്ടിയിൽ കഴിക്കണ്ടായിരുന്നു. ബട്ട് നോട്ട് ബാഡ്. ഞാൻ വല്ലതും ചുട്ടിക്കും. നോട്ട് ബാഡ്. ഇത്രയൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇത് ഇറ്റ്സ് വർത്ത് ഇറ്റ്. 3rd ഫ്ലവർ എന്തായാലും ഓക്കെ ആയിരിക്കും. 4th ഫ്ലവർ ഓക്കെ. 5th ഫ്ലവർ ഓക്കെ. 6th ഫ്ലവർ ഓക്കെ. 7th ഫ്ലവർ ഓക്കെ. 8th ഫ്ലവർ ഓക്കെ. 9th ഫ്ലവർ ഓക്കെ. 10th ഫ്ലവർ ഓക്കെ. 11th ഫ്ലവർ ഓക്കെ. 12th ഫ്ലവർ ഓക്കെ. 13th ഫ്ലവർ ഓക്കെ. 14th ഫ്ലവർ ഓക്കെ. 15th ഫ്ലവർ ഓക്കെ. 16th ഫ്ലവർ ഓക്കെ. 17th ഫ്ലവർ ഓക്കെ. 18th ഫ്ലവർ ഓക്കെ. 19th ഫ്ലവർ ഓക്കെ. 20th ഫ്ലവർ ഓക്കെ. 21st ഫ്ലവർ ഓക്കെ. 22nd ഫ്ലവർ ഓക്കെ. 23rd ഫ്ലവർ ഓക്കെ. 24th ഫ്ലവർ ഓക്കെ. 25th ഫ്ലവർ ഓക്കെ. 26th ഫ്ലവർ ഓക്കെ. 27th ഫ്ലവർ ഓക്കെ. 28th ഫ്ലവർ ഓക്കെ. 29th ഫ്ലവർ ഓക്കെ. 30th ഫ്ലവർ ഓക്കെ. 31st ഫ്ലവർ ഓക്കെ. 32nd ഫ്ലവർ ഓക്കെ. 33rd ഫ്ലവർ ഓ
പൊളി. അത് ഞാൻ നീളൊക്കെ ചുട്ടിക്കും കേട്ടോ. എൻ്റെ മഞ്ഞപ്പൂ എവിടെ? മറ്റേ എൻ്റെ മഞ്ഞ റോസ് എവിടെയെന്ന് പറയണതല്ല, എൻ്റെ മഞ്ഞപ്പൂ എവിടെ? ഞാൻ ഇത്തിരി സൂം ചെയ്ത് കാണിക്കാമല്ലേ. ഞാൻ സൂമോട്ടേട്ടെ. ഒന്നും പറയാനില്ല. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇരിക്കുന്ന ചേക്കണ്ട. ഈ ലീവ്സുകളൊക്കെ ലീവ്സും പെറ്റൽസൊക്കെ നമുക്കൊന്ന് സൈഡാക്കാം. ഇനി വല്ലതുണ്ട് അതിൻ്റെ ഉള്ളിൽ? അയ്യോ സോറി, ഞങ്ങൾ തട്ടിടാൻ ശ്രമിച്ചതല്ല. വല്ലാത്തൊരു കളർ കേട്ടോ. വേണം നേരിട്ട് കുട്ടി. നമ്മൾ ഈ പരിപാടിക്ക് പഠിച്ചു തരുന്നത് അതിൻ്റെ ചില മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവേ. ഞാനിതിവിടെ ഒരു താജ്മഹൽ പണിയും കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ മറന്നു പോവാ ബോക്സ് വാങ്ങാനായിട്ട്. ഞാൻ ഡോളറിൽ പോയത്, എന്നിട്ടും ബോക്സ് വാങ്ങിയില്ല. ഇഷ്ടം വേറെ എന്തൊക്കെയോ വാങ്ങി പോന്നു, ബോക്സ് മാത്രം വാങ്ങിയില്ല. അപ്പോൾ ഇത് പൊളിച്ചു, സൂപ്പർ. ഇതും പൊളിച്ചു, സൂപ്പർ. ഇത്തിരി ചുറ്റി തുടങ്ങി എന്നുള്ളത് എൻ്റെ മിസ്റ്റേക്കാണ്. ഇത്തിരി നല്ല ഭംഗിയിൽ ഇങ്ങനെ വെക്കണം. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണം, കമ്പി വയ്ക്കാൻ പാടില്ല. യു നോ ഇറ്റ്. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. എനിക്ക് റിസൾട്ട് കാണിക്കാനായിരുന്നു കൂടുതൽ താല്പര്യം. ഈ പൂവൊക്കെ അന്ന് തന്നെ വെച്ചിരുന്നെങ്കിൽ എൻ്റെ മാഷേ. അയ്യോ, ഇനി ലാവൻഡർ ഫാമിൽ പോകണം. പിന്നെ എവിടേക്ക് എൻ്റെ കുറേ ഫാമുകളൊക്കെ ഞാൻ നോട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും പ്രിസർവ് ചെയ്യാൻ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ആരും ലൈക്ക് ചെയ്തിരുന്നു. വളരെ 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 സന്തോഷം. എന്താ പറയുക, ആ ഒരു ലൈക്ക് കണ്ടുകൊണ്ടാണ് ഞാനിത് എന്താ പറയുക വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ചുമ്മാ തുറന്നിടാം എന്നുള്ളതിൽ ആ വീഡിയോ ഞാൻ ഫുള്ളിരുന്ന് ഞാൻ വീണ്ടും കണ്ടു. ഫ്ലവറിൻ്റെ വീഡിയോ അല്ല കേട്ടോ, സോറി. ഞാൻ വേറെ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു, അതിലായിരുന്നു ലൈക്ക്. അത് കണ്ടപ്പോൾ എനിക്കൊരു ഇൻസ്പിറേഷനായി. 1 ലൈക്ക് ഇറ്റ്സ് വർത്ത് ഇറ്റ് ഉള്ളതിൽ. അപ്പോൾ എനിക്കൊരു ഇൻസ്പയർഡ് ആയിട്ട് എന്തായാലും തുടരാം എന്നുള്ളൊരു ഇതായി. സോ ഇത്രയുള്ളൂ. ബൈ.